അലയൻസ് എയറിന്റെ വിമാനം സാങ്കേതിക തകരാർ മൂലം അഗത്തി വിമാനത്താവളത്തിലെ പാർക്കിംഗ് മേഖലയിൽ കുടുങ്ങിയതോടെ മറ്റ് വിമാന സർവീസുകളും മുടങ്ങിയിരിക്കുകയാണ്. നൂറുകണക്കിന് മലയാളികൾ കേരളത്തിലെത്താൻ കഴിയാതെ വലയുകയാണ്. കൂട്ടത്തിൽ കുട്ടികളും വയോധികരുമെല്ലാം ഉണ്ട്. വ്യാഴാഴ്ച കേടായ വിമാനം വെള്ളിയാഴ്ച ഉച്ചയായിട്ടും നന്നാക്കിയിട്ടില്ല. 16-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെ ലക്ഷദ്വീപിലെ അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ടതായിരുന്നു വിമാനം. യാത്രക്കാരെ കയറ്റി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെന്നും പറക്കാനാവില്ലെന്നും അറിയിച്ചു. യാത്രക്കാരെ തിരിച്ച് പവലിയനിലെത്തിച്ചു. ഈ വിമാനം ഇവിടെ നിന്ന് നീക്കാതെ മറ്റൊരു വിമാനത്തിന് ഇവിടെ വരാനാകില്ല. അത്രയ്ക്ക് ചെറിയ വിമാനത്താവളമാണ് അഗത്തിയിലേത്. കൊച്ചിയിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരും ഉപകരണങ്ങളും ഉടൻ എത്തുമെന്ന് അറിയിച്ചെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയായിട്ടും ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പുറപ്പെടേണ്ട വിമാനങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. യാത്രക്കാർ പ്രതിഷേധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. യാത്രക്കാർക്ക് താമസ സൗകര്യം ഒരുക്കാൻ പോലും വിമാനത്താവള അധികൃതർ തയ്യാറായിട്ടില്ല. അഗത്തിയിലാണെങ്കിൽ ഇത്രയധികം വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യവുമില്ല. പലരും വൻ വാടക കൊടുത്താണ് ചില റിസോർട്ടുകളിൽ തങ്ങിയത്. കുറച്ചുപേർക്ക് സ്പോൺസർമാർ സൗകര്യമൊരുക്കി. എറണാകുളം വിമാനത്താവളത്തിൽ നിന്ന് കണക്ഷൻ വിമാനത്തിൽ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടവരുടെ യാത്രയും മുടങ്ങി. ഒരു വിമാനത്തിന് മാത്രം സർവീസ് നടത്താൻ പറ്റുന്ന ചെറിയ വിമാനത്താവളമായതിനാൽ അഗത്തി വിമാനത്താവളത്തിൽ മറ്റു വിമാനങ്ങൾക്ക് ഇറങ്ങാനായില്ല. ഇൻഡിഗോ, എയർ ഇന്ത്യ വിമാനങ്ങളിൽ പോകേണ്ടവരുടെയും യാത്ര തടസ്സപ്പെട്ടു. ഈ യാത്രക്കാരും അലയൻസ് എയർ യാത്രക്കാർക്ക് പിന്തുണയുമായെത്തി. കണ്ണൂരിൽ നിന്നുള്ള യാത്രാ സംഘത്തിന് ടൂർ പാക്കേജ് അധികൃതർ താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി നൽകിയെങ്കിലും മറ്റ് യാത്രക്കാർക്ക് സൗകര്യമൊന്നും ഉണ്ടായില്ല. വിമാനത്താവളത്തിന് പുറത്താണ് ഇന്നലെ രാത്രി കഴിച്ചുകൂട്ടിയത്. പിറ്റേ ദിവസം രാവിലെ 9-ന് എത്തണമെന്ന് അറിയിപ്പുണ്ടായതോടെ യാത്രക്കാർ വിമാനത്താവളത്തിന് പുറത്തെത്തിയെങ്കിലും വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വിമാനത്താവളത്തിന് പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കഴിച്ചുകൂട്ടിയത്. പിറ്റേ ദിവസം രാവിലെ 9-ന് എത്തണമെന്ന് അറിയിപ്പുണ്ടായതോടെ യാത്രക്കാർ വിമാനത്താവളത്തിന് പുറത്തെത്തിയെങ്കിലും വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ധാർഷ്ട്യത്തോടെയും ധിക്കാരത്തോടെയുമാണ് അലയൻസ് എയർ അധികൃതർ യാത്രക്കാരോട് പെരുമാറിയത്. അലയൻസ് എയറിന്റെ അനാസ്ഥ കാരണം യാത്രക്കാരെ ബലിയാടാക്കുകയായിരുന്നു. വെള്ളമോ ഭക്ഷണമോ നൽകാൻ പോലും തയ്യാറായില്ല. ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എന്ന വെല്ലുവിളി രീതിയിലാണ് അലയൻസ് എയർ അധികൃതർ സംസാരിക്കുന്നതെന്ന് യാത്രക്കാർ പറഞ്ഞു. ഒരു ചായ പോലും ലഭിക്കാത്ത വിമാനത്താവളമാണ് അഗത്തിയിലേത്. അടുത്തൊന്നും കടകളുമില്ല. വിശന്നു വലഞ്ഞാണ് വെള്ളിയാഴ്ച ആളുകൾ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇതിനിടെ ഉച്ചയ്ക്ക് ഉണങ്ങിയ പഴങ്ങളും ബിസ്ക്കറ്റും അടങ്ങിയ പാക്കറ്റ് ചില എയർലൈൻസ് കമ്പനികൾ വിതരണം ചെയ്തിരുന്നു. യാത്രക്കാരുടെ താമസത്തിന്റെയും ഭക്ഷണത്തിന്റെയും ചെലവ് അധികൃതർ വഹിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. സാങ്കേതിക തകരാർ കാരണം അലയൻസ് എയറിന്റെ വിമാനം മുടങ്ങിയതോടെ അഗത്തി വിമാനത്താവളത്തിൽ വട്ടം ചുറ്റുകയാണ് മലയാളികൾ. യാത്ര പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള യാത്രാസംഘം ഉൾപ്പെടെ 68 യാത്രക്കാരാണ് വിമാനത്താവളത്തിന് പുറത്ത് കഴിയുന്നത്.